ഹലോ നമസ്കാരം. എല്ലാവർക്കും ക്യൂബ കർമീരെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ വീഡിയോ ആയിട്ട് വന്നുള്ളതിന്റെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പൊ ഒരു 2 മാസമായി നമ്മൾ ലൈവും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നു. അപ്പൊ നമ്മളെ അറിയണവരും നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന് അറിയണവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യുന്നത്, മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഉണ്ടാവണ മാർക്കറ്റിന്റെ കണ്ടീഷനുകളും കാര്യങ്ങളും ഒക്കെ അറിയിക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പൊ നമ്മള് മാർക്കറ്റില് ഈ 2 മാസം അപ്രോച്ച് ചെയ്തപ്പോൾ ഉണ്ടായ നമുക്ക് നേരിട്ടുള്ള കാര്യങ്ങള്, ഒരു 1 lakh അക്കൗണ്ട് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതും അതിലുണ്ടാവുന്ന നല്ല വശങ്ങളും പൊട്ടവശങ്ങളും എല്ലാതും ട്രാൻസ്പെറന്റ് ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ കാണിക്കുക എന്നുള്ള ഒരു അപ്രോച്ചിലാണ് നമ്മൾ ഈ വീഡിയോ വന്നത് കേട്ടാ. അപ്പൊ നമുക്ക് കഴിഞ്ഞ മാസം പ്രോഫിറ്റ് ആയിരുന്നു അക്കൗണ്ട്, പക്ഷേ ഇപ്രാവശ്യം നമുക്ക് ലോസിലാണ് നമ്മുടെ അക്കൗണ്ട് നിൽക്കുന്നത്. അപ്പൊ ലോസിലാന്ന് വെച്ചിട്ട് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് റിവീൽ ചെയ്യാണ്ടിരിക്കുന്നില്ല. കാരണം പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റും ലോസും ഒക്കെ ട്രേഡിങ്ങിന്റെ ഭാഗമാണ്. ഒരു 1 lakh ഇട്ടിട്ട് ചെയ്യുമ്പോൾ അതെങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളത് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യണമെന്ന് മാത്രമാണ് കേട്ടോ. അല്ലാതെ ഇത് കാണിക്കാനതിന് വേണ്ടിയിട്ടൊന്നല്ല. ഇതിൽ എന്തൊക്കെ ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾ റിയാലിറ്റി മനസ്സിലാക്കിക്കോട്ടെ എന്ന് ചോദിച്ചിട്ടാണ് ചെയ്യണത്. ഇത് വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. മറ്റുള്ളവരെ എങ്ങനെയാണ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് അവരെ വായിക്കണം എന്നുള്ളതും അവരെങ്ങനെ ചെയ്യണം എന്നുള്ളത് കാണിച്ചു തരുന്നതും കൂടിയിട്ടാണ് ഞാൻ മനസ്സിലാക്കി തരുന്നത് കേട്ടാ. അപ്പൊ അതില് എങ്ങനെയൊക്കെയാണ് ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആരൊക്കെ എങ്ങനെയൊക്കെ കാണിക്കുന്നുള്ളതും എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ ഈ മാസം കാണിക്കാണ്ട് ഞാൻ അടുത്ത മാസം കഴിഞ്ഞത് ലാഭത്തിലേക്ക് കടന്നതിന് ശേഷം വേണം കാണിക്കാം. ഞാൻ അങ്ങനെ വിചാരിച്ചില്ല. 2 മാസത്തെ കാണിക്കാം. ഇതിലുണ്ടാവണ റിയൽ ഫാക്ട് എന്താന്നുള്ളത് നിങ്ങളുടെ മുമ്പിൽ തുറന്നു പറയാന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടാ. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം ജൂൺ 1 മുതലല്ലേ, അപ്പൊ ജൂൺ 1 മുതൽ ജൂലൈ 31 വരെ കേട്ടാ. അപ്പോ നമുക്കത് ജനറേറ്റ് ചെയ്ത് നോക്കാം. നമ്മൾ 24,000 രൂപ ലോസിലാണ്. ഇത് 1 lakh അക്കൗണ്ടിൽ ഇപ്പോ 2 മാസമായിട്ടുള്ള ഓൾ ഓവർ കണക്ക് നോക്കുമ്പോൾ 24,000 ലോസിലാണ്. മറ്റുള്ള പോലെ ട്രേഡ് ചെയ്യാണ്ടിരുന്നിട്ട് ഏതെങ്കിലും പ്രോഫിറ്റ് കിട്ടിയത് എടുത്തിട്ട് കാണിക്കല്ല ചെയ്യുന്നത്. അതായത് നമുക്ക് ജൂലൈ 1 വരെ നമ്മൾ പ്രോഫിറ്റബിൾ ആയിരുന്നു. അതിനുശേഷം നമുക്ക് കണ്ടില്ലേ 9 ദിവസം നമ്മൾ പ്രോഫിറ്റബിളും 9 ദിവസം നമുക്ക് ലോസ് ആണ്. ലോസ് 2-3 ലോസുകൾ നമുക്ക് മാക്സിമം ലോസ് വന്ന കാരണം കൊണ്ടാണ് നമുക്കിത് വിചാരിച്ച പോലെ റിക്കവർ ചെയ്യാൻ പറ്റാണ്ടിരുന്നത് കേട്ടാ. അപ്പൊ അത് ക്ലിയർ ആയിട്ട് പറയണു. അപ്പൊ അതില് നിങ്ങൾക്ക് കണ്ടറിയാം നമ്മുടെ അടുത്തുള്ള മാക്സിമം എടുത്തുള്ള പ്രോഫിറ്റ് 30,000 ഒക്കെ എടുത്തിട്ടൊക്കെ ഉണ്ട് കേട്ടാ. നമ്മൾ 1 lakh ക്യാപിറ്റൽ എന്ന് ആലോചിക്കണം. നമ്മള് ചെയ്യണത് പൊസിഷൻ സൈസിങ് ആണ്. അപ്പൊ നമ്മൾ മാക്സിമം യൂസ് ചെയ്യുക 30,000-40,000 രൂപ വരെയൊക്കെ യൂസ് ചെയ്യുള്ളൂ. അതിൽ തന്നെ അറിയാലോ 2 ദിവസം 3 ദിവസമൊക്കെ 2 ദിവസമൊക്കെ അടുപ്പിച്ച് ലോസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റിക്കവറിങ് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു പാക്കേജാണ് നമ്മൾ ചെയ്യണം കേട്ടോ. അല്ലാതെ വേറെ പൊസിഷൻ സൈസിങ്ങിന്റെ പാക്കേജ് ചെയ്യണം. പക്ഷെ അങ്ങനെ ചെയ്തിട്ടും നമ്മൾ മാർക്കറ്റിൽ 2 മാസം ഇതിനെങ്ങനെ ഹാൻഡിൽ ചെയ്തു എന്നുള്ളതാണ് കാണിച്ചു തരുന്നത് കേട്ടോ. ഇത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ലോസ് വന്നുള്ളതും പ്രോഫിറ്റ് വന്നുള്ളതും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. എല്ലാ പേജുകളും ഉണ്ട്. ഇതിൽ ലിങ്ക് കൂടി വിടുന്നുണ്ട് കേട്ടോ. അപ്പൊ അതായത് ലിങ്ക് അടക്കം വിടും. നിങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാ എൻട്രികളും കാര്യങ്ങളും എല്ലാം നോക്കാൻ പറ്റും, പിന്നെ മനസ്സിലാക്കാൻ പറ്റും. എനിക്ക് 2-3 ദിവസം ആ ട്രംപ് ഹാൻഡിൽ വന്നതിലൊക്കെ കുറച്ച് ഫ്ലോപ്പ് ഉണ്ടായി. അതുപോലെ തന്നെ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ചില മൂവ്മെന്റുകളും കാര്യങ്ങളൊക്കെ പൊസിഷൻ സൈസിങ് ആയ കാരണം കൊണ്ട് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പൊ അങ്ങനെ ഉണ്ടായ കുറച്ച് മിസ്സിങ്ങും കാര്യങ്ങളൊക്കെ കാരണമാണ് ഇങ്ങനെ ഒരു സിനാരിയോ ഉണ്ടായിട്ടാ. അത് നമ്മുടെ ഇത് അതായത് സെക്കൻഡ് പേജ് കാണാൻ നമുക്ക്. ലിങ്ക് ഉണ്ട്. ലിങ്ക് വഴി നിങ്ങൾ തുറന്നു നോക്കിയിട്ട് ചെക്ക് ചെയ്തോട്ടാ. അത് ഞാൻ എല്ലാ പേജും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വെച്ചിട്ട് കാണിക്കുന്നു. അതായത് നമ്മൾ മാർക്കറ്റ് ചെയ്യാണ്ടിരുന്നില്ല, അങ്ങനെ നോക്കിയാൽ തന്നെ അറിയാം. 1-2 ദിവസങ്ങളിലൊക്കെ ലീവ് എടുത്തു എന്നല്ലാതെ നമ്മൾ മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്തുള്ളത് ഇങ്ങനെയാണ്. അതുപോലെ തന്നെ മോസ്റ്റ് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ദിവസം 30,000 രൂപ ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും നമുക്ക് ചില ദിവസങ്ങളിൽ ലോസ് ഉണ്ടാകുമ്പോൾ ഇങ്ങനെയാണ് ഒരു മാർക്കറ്റിൽ ഉണ്ടാവണ, അതായത് സത്യസന്ധമായിട്ടുള്ള പ്രോഫിറ്റ് ലോസ് റിവീൽ ആണ് കേട്ടാ. നിങ്ങൾ ഇതേപോലെ എല്ലാവരോടെ ഒരു 2 മാസം മുഴുവൻ കാണിച്ചു തരാൻ പറയും. അല്ലാണ്ട് ഒരാഴ്ചത്തെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാസത്തെ ഒന്ന് കാണിച്ചു തരാണ്ട് അവർ എത്ര ലക്ഷത്തിന്റെയാണ് ചെയ്യുന്നത് ചെയ്യുക, അത്ര ലക്ഷത്തിന്റെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് മൊത്തം അവരോട് ഇങ്ങനെ റിവീൽ ചെയ്യാൻ പറയും. അതായത് നിങ്ങൾ ചെയ്യണ യൂട്യൂബേഴ്സ് ഉണ്ട് വെച്ചാൽ യൂട്യൂബേഴ്സിന് പറയും. എന്നാലും അവർ മാർക്കറ്റ് ചെയ്യുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യണ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ട് വെച്ചാൽ അവരുടെ ഇൻഡെക്സ് ആണെങ്കിൽ ഇൻഡെക്സ്, നിഫ്റ്റി ആണെങ്കിൽ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, മിഡ് ക്യാപ്പ് ആണെങ്കിൽ മിഡ് ക്യാപ്പ്, സെൻസസ് ആണ് സെൻസസ്, അല്ലെങ്കിൽ ഷെയർ ഹോൾ ആണെങ്കിൽ ഷെയർ ഹോൾ, ഇക്വിറ്റി ആൻഡ് ഡെറിവേറ്റീവ്സ് ഉണ്ടാവും. അപ്പൊ അത് അങ്ങനെ ഇതുപോലെ റിവീൽ ചെയ്യാൻ പറയാം. അങ്ങനെ റിവീൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അവരെ ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോക്കോ. അല്ല വെച്ചാൽ അവർ മാർക്കറ്റൊന്നും ചെയ്യണില്ല, ലൈവ് ചെയ്യാതിരിക്കുന്ന ഒരു മാർക്കറ്റ് ഒന്നും ചെയ്യാണ്ട് നിങ്ങളുടെ മുമ്പിൽ ഇരുന്നിട്ട് 5-6 സ്ക്രീൻ വെച്ചിട്ട് ഒന്നും ചെയ്യണില്ല വെച്ചെങ്കിൽ പിന്നെ അവരെ നിങ്ങൾ വിശ്വസിക്കുന്നതിലും അവരുടെ ക്വാളിറ്റിയിൽ നിങ്ങൾ മുന്നോട്ട് പോകണതിലും അർത്ഥമില്ല. അത് ഇങ്ങനെയാണ് ചെക്ക് ചെയ്യണത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കാണിച്ചത് കേട്ടാ. അപ്പൊ ഇതാണ് നമ്മുടെ 2 മാസത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരുന്നത് കേട്ടോ. ഇനി 1 മാസത്തെ നമുക്ക് ആദ്യത്തെ നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ. അപ്പൊ അത് അവിടുന്ന് 1 മുതൽ നമുക്ക് ജൂലൈ 11 വരെയുള്ളത് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ പ്രോഫിറ്റ് കേട്ടാ 49,000 രൂപ പ്രോഫിറ്റ് ഉണ്ടായിരുന്ന
അപ്പൊ നമുക്ക് 11-ാം തീയതി ശേഷം ഉണ്ടായ അൺസർട്ടനിറ്റിയാണ് മാർക്കറ്റിൽ നമുക്ക് ബാധിച്ചത്. നമ്മുടെ പ്രോഫിറ്റ് ലോസ് ഒക്കെ കണ്ടാണ്. വേണമെങ്കിൽ ആ ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് അന്ന് പ്രോഫിറ്റ് ഇട്ട് പിന്നെ കാണിക്കാണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ 1 ലക്ഷം ഇട്ടിട്ട് 1.5 ലക്ഷം ആക്കി എന്ന് പറയായിരുന്നു. അങ്ങനെയൊക്കെ വേണമെങ്കിൽ കാണിക്കാം. പക്ഷെ നമ്മൾ അങ്ങനെയുള്ളൊരു ഇത് കാണിക്കില്ല. ലോസ് ഇതിന്റെ ഭാഗമാണെന്നുള്ളത് നിങ്ങൾ അറിയണം. ഇങ്ങനെയാണ് ഇതിന്റെ വർക്ക് നടക്കണം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അത് കാരണം കൊണ്ടിട്ട് അത് ഇട്ടത്. അതിനാണ് ഞാൻ ഇങ്ങനെയും കൂടി തുറന്ന് കാണിച്ചത്. കണ്ട, ഇത്ര ദിവസത്തെ കാണിച്ചെന്ന് കഴിഞ്ഞാൽ കണ്ടേ എന്താ 1 ലക്ഷം രൂപ 1.5 ലക്ഷം രൂപയാക്കി. മറ്റുള്ളവരുടെ മുമ്പിൽ പറയുമ്പോൾ നമ്മൾ ഭയങ്കര സംഭവവും കാര്യങ്ങളൊക്കെ പറയാൻ പറ്റും. അതിലെല്ലാം കാര്യം മാർക്കറ്റിൽ ഉണ്ടാവണ, അതായത് നമുക്കും ഫോൾട്ടുകളും കാര്യങ്ങളും ഉണ്ടാവും. അതുപോലെ തന്നെ മാർക്കറ്റിന്റെ റിയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റ് മാത്രമല്ല ലോസും ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്ത് കാണിച്ചു തരുന്നു. ഇതേപോലെ നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും അല്ലെങ്കിൽ യൂട്യൂബ് ചെയ്യണവരൊക്കെ കാണിച്ചു വരുമ്പോൾ നിങ്ങൾ അവരെ ട്രസ്റ്റ് ചെയ്ത് തുടങ്ങിക്കോ. അല്ലാതെ അവരെ ട്രസ്റ്റ് ചെയ്യേണ്ടതാണ് എന്റെ ഒരു എളിയമായിട്ടുള്ള ഒരു അപേക്ഷ കേട്ടാ. അപ്പോ എല്ലാ പേജുകളും വേണമെങ്കിൽ ഇതിലും നോക്കാം. നമ്മൾ ഓൾറെഡി നമ്മുടെ പേജ് നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്ക് കൂടുതൽ പാനിക് ഉണ്ടായത് കഴിഞ്ഞ വീക്കിലായിരുന്നു. അതായത് പ്രോഫിറ്റബിൾ ആയതിനു ശേഷം ഞാൻ 2-3 എക്സ്പയറിയിൽ എനിക്ക് മിസ്സിംഗ് വന്നു. അതൊരു ചെറിയ ട്രാപ്പ് പോലുള്ള ഒരു ക്രിയേഷൻ അവരുണ്ടായി. അത് 2 എക്സ്പയറിയിൽ വന്ന മിസ്സിംഗ് ആണ് നമ്മൾ ലോസിലേക്ക് പോകാൻ കാരണം. അത് പ്രോബ്ലം ഇല്ല. നമുക്ക് അടുത്ത മാസം ഒന്നുകൂടി കെയർ ചെയ്ത് നന്നായി നോക്കി പുതിയ അപ്രോച്ച് ഒക്കെ നോക്കിയിട്ട് നമുക്ക് ഇതിനൊക്കെ തിരിച്ചു കൊണ്ടുവരാട്ടാ. അപ്പൊ ഇത് ജസ്റ്റ് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുണ്ട് ഞാൻ ഇങ്ങനെ പ്രോഫിറ്റ് ഉണ്ടായതിന്റെ ഒരു കണക്കും കൂടി ഒന്ന് പറഞ്ഞു കേട്ടാ. അപ്പോ നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 2 മാസത്തെ നിങ്ങളായിട്ട് ചെയ്തതിന് ശേഷമുള്ള ഇതാണ് നമ്മളിപ്പോ ഇന്ന് റിവീൽ ചെയ്തിട്ടാ. അപ്പൊ എല്ലാവരും ഇതെങ്ങനെ നോക്കണ്ടെന്നുള്ളതൊക്കെ മനസ്സിലാക്കാനും പഠിപ്പിക്കാനും അത് പറഞ്ഞു തരാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ ഈ വീഡിയോ ചെയ്തിട്ടാ. അല്ലാതെ നമ്മള് ഉണ്ടാക്കി പ്രോഫിറ്റ് അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ലോസ് കാണിക്കാറില്ല. ഇതിൽ നമുക്ക് എന്തെങ്കിലും അറിവ് കിട്ടിച്ചാൽ ഒന്ന് അറിവ്, രണ്ടാമത് നിങ്ങൾ ഫോളോ ചെയ്യണ യൂട്യൂബേഴ്സ് ആയാലും ഇവരായാലും അത് ഇതുപോലെ കാണിക്കാനുള്ള മനസ്സുണ്ട് വെച്ചെങ്കിൽ അവരൊക്കെ മാർക്കറ്റ് ചെയ്യണവരാന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അല്ലെങ്കിൽ അവർ മാർക്കറ്റിൽ ചെയ്യണില്ല, നിങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന് യൂട്യൂബ് വരുമാനത്തിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും പേരിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തിനെങ്കിലും വേണ്ടിയിട്ടാവും അവർ ചെയ്യണ്ടാവും എന്ന് മനസ്സിലാക്കുക. സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഫോളോ ചെയ്യുക. ഹ്യൂബ അക്കാദമിനെ ഫോളോ ചെയ്യുക. ലൈവ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ വക അഡ്വാൻസ് ആയിട്ടുള്ള ക്ലാസ് കാര്യങ്ങളൊക്കെ ഓപ്ഷനിലും കാര്യങ്ങളിലൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ നമ്മൾ ഫോളോ ചെയ്തിട്ട് ലൈക്ക് കമന്റ് ഒക്കെ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ആരെയാണ് ഫോളോ ചെയ്യണത് അവരോടൊക്കെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒക്കെ റിവീൽ ചെയ്യാൻ പറയാം. ഞാൻ പറയാം ലോസ് ആയാലും കുഴപ്പമില്ല. നിങ്ങളിപ്പോ ഫോളോ ചെയ്യുന്ന ആൾക്ക് ലോസ് ഉണ്ടാവും, പ്രോഫിറ്റ് ഒക്കെ ഉണ്ടാവും. എല്ലാ മാസം പ്രോഫിറ്റ് ഒന്നും ആവില്ല. ഒന്നുകിൽ ഇയർലി അല്ലെങ്കിൽ ക്വാർട്ടർലി നോക്കിയിട്ട് ഇപ്പൊ നമ്മുടെ 4 മാസം കഴിഞ്ഞാൽ ഉണ്ടാവണം ചിലപ്പോൾ പിക്ചർ വേറെ ആയിരിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഹാഫ് ഇയർലി വരുമ്പോൾ പിക്ചർ വേറെ ആയിരിക്കാം. അല്ലെങ്കിൽ ഒരു കൊല്ലത്ത് നോക്കുമ്പോൾ ഇപ്പൊ 1 ലക്ഷം കൊണ്ട് 1 കൊല്ലം കൊണ്ട് നമുക്ക് 1.5 ലക്ഷം ആക്കിയാലടക്കം നമ്മൾ 100% വിജയമാണ് ഇതില്. അപ്പൊ അത് കാരണം കൊണ്ട് ഇതിനെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളത് എല്ലാവരും കാണിച്ചു തരാണെന്ന് നിങ്ങളൊന്ന് പറയുക. എന്നിട്ട് അവരുടെ എല്ലാ ദിവസത്തെയും അല്ലാണ്ട് ഇപ്പൊ ഇത് കണ്ടാൽ തന്നെ അറിയാലോ, നിങ്ങൾക്ക് ഓൾമോസ്റ്റ് 18, 20, 38, 40 ദിവസം ഏകദേശം നമ്മൾ ട്രേഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഓൾമോസ്റ്റ് 2 മാസം ഉണ്ടാവുന്ന ട്രേഡിംഗ് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 ദിവസമൊക്കെയാണ്. 21-22 ദിവസം മാക്സിമം വരുള്ളൂ. അപ്പോ 2 കൂടിയിട്ട് 40 വരെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ 40 ദിവസം ചെയ്തിട്ടുണ്ട്. ലോസ് ആയാലും കുഴപ്പമില്ല. അവർ പറഞ്ഞ പോലെ സ്റ്റോപ്പ് ലോസ് ഇടുന്നുണ്ട്. അവർ പറഞ്ഞ പോലെയാണ് ഇതിനെ അപ്രോച്ച് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞ പോലെ അവർ ചെയ്യുന്നുണ്ട്. ഇതുപോലെ ലിങ്കും അടക്കം ഷെയർ ചെയ്യുന്നുണ്ട് വെച്ചെങ്കിൽ നിങ്ങൾ എല്ലാ അക്കാദമിനും വിശ്വസിച്ചോ, എല്ലാവരും പിന്നാലെ പോക്കോ. വലിയ വലിയ അക്കാദമി അവരൊക്കെ 10 ലക്ഷം 20 ലക്ഷത്തിലൊക്കെ കാണിച്ചു തരാട്ടെ. അപ്പോൾ നമുക്ക് ഒന്നും ട്രസ്റ്റ് ചെയ്യാം. പിന്നെ 10 സ്ക്രീൻ വെച്ച് ചെയ്യണവരൊക്കെ ആണെങ്കിൽ ഒരു 5 ലക്ഷമെങ്കിലും ഇട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ. അപ്പൊ നിങ്ങൾ അവരെ ട്രസ്റ്റ് ചെയ്തോ. അല്ലാത്തോളം കാലം ട്രസ്റ്റ് ചെയ്യേണ്ടതാണ് എന്റെ അഭിപ്രായം. നമ്മളിത് ക്ലോസ് ചെയ്യണം കേട്ടാ. അപ്പൊ ഓക്കെ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബുധനാഴ്ച ദിവസങ്ങളിലും ശനിയാഴ്ച ദിവസങ്ങളിലും നമ്മൾ ക്ലാസ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ ദിവസങ്ങളിലും 8:45 തൊട്ട് നമ്മുടെ ലൈവ് ഉണ്ടായിരിക്കും. അതിൽ തന്നെ ഷെയറുകളെ കുറിച്ച് ഇതിനെ കുറിച്ചൊക്കെ അംജാദ് അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ വന്ന് സ്റ്റഡി ചെയ്യുക, പഠിക്കുക, മനസ്സിലാക്കുക. നമുക്ക് ഒരുമിച്ച് മുന്നേറാം, ഒരുമിച്ച് വളരാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.